രാജ്യത്തെ നടക്കുന്ന ഭീകര ഗൂഢാലോചന പുറത്ത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ വൻ കാർ സ്ഫോടനം നടത്താൻ അവിടെ വലിയൊരു പരമ്പര നടത്താനായി തന്നെ ലക്ഷ്യമിട്ടുവെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അവർ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് റെഡ് ഫോർട്ടിന് സമീപം നടന്ന IED സ്ഫോടന കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. UP വിവിധ സഭ, ബാപ്പു ഭവൻ പോലുള്ള അതീവ സുരക്ഷാ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഭീകരാക്രമണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തിയതായി തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളായ ഡോക്ടർ മുസാമിൻ ഷാക്കിൽ, ഡോക്ടർ ഷാക്കിർ സായിദ് എന്നിവർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാകട്ടെ ലക്നൌവിലെത്തി വിവിധ കേന്ദ്രങ്ങളിൽ രഹസ്യ നിരീക്ഷണം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകൾ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്ത് വൻ ദുരന്തം സൃഷ്ടിക്കാനായിരുന്നു പദ്ധതി എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ ലക്നൌവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കെ തന്നെ രാജ്യവ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അതോടൊപ്പം തന്നെ കേസിലെ പ്രധാന പ്രതികളായ ഡോക്ടർ മുസമിൽ ഷാക്കിൽ, ഡോക്ടർ ഷാഹിർ സായിദ് എന്നിവർ കഴിഞ്ഞ വർഷം തന്നെ ഓഗസ്റ്റിൽ ലക്നൌവിലെത്തി വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നേരിട്ട് നിരീക്ഷണം നടത്തിയതായിട്ടാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് വിവിധ സഭ, ബാപ്പു ഭവൻ പോലുള്ള അതീവ സുരക്ഷാ കേന്ദ്രങ്ങൾ ഇവർ ലക്ഷ്യം വെച്ചതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് വിജയിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ നടക്കുന്ന വലിയൊരു മനുഷ്യ ഹീനമായ അല്ലെങ്കിൽ അവരെ അത്രയും ദുരന്തത്തിലാക്കുന്ന ഒരു സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങും എന്നതാണ് ഇപ്പോൾ സുരക്ഷാ വിദഗ്ധരുടെ കണ്ടെത്തൽ. ഭീകരർ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, അതായത് ജനത്തിരക്കേറിയ സുരക്ഷാ വിന്യാസം കൂടുതലുള്ള വാഹന ഗതാഗതം, പ്രവേശന മാർഗങ്ങൾ എന്നിവ രഹസ്യമായി തന്നെ നിരീക്ഷിച്ചു എന്നതാണ് ഈ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്ഫോടനങ്ങൾക്കായി തന്നെ ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ തന്നെ ലക്നൌ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ കെട്ടിടങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിപണികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ പരിശോധന ഇപ്പോൾ കർശനമാക്കി. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും സംസ്ഥാന പോലീസും ഇപ്പോൾ സംയുക്തമായി നിരീക്ഷണം തുടരുകയാണ്. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ വലിയ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമോ? അതിനോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയതായി തന്നെ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഭീകരർ ഉപയോഗിക്കുന്നതും അതീവ അപകടകരവുമായ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടക വസ്തു, അത് നിർമ്മിക്കാനുള്ള രഹസ്യ രാസവസ്തുക്കൾ ലക്നൌവിലെ ചില കെമിക്കൽ ഷോപ്പുകളിൽ നിന്ന് പ്രതികൾ അവിടെ കണ്ടെത്തിയതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിലും ഇതേ രാസവസ്തു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതികളുടെ ഫോണിൽ നിന്ന് ലക്നൌവിലെ ഈ ഒരു കെമിക്കൽ കടകളുടെ വിവരങ്ങളടക്കം ഇപ്പോൾ ലിസ്റ്റുകൾ അടക്കമാണ് ഇപ്പോൾ NIA വീണ്ടെടുത്തിരിക്കുന്നത്. ലക്നൌവിലെ ലാൽബാഗിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ച പ്രാദേശിക സഹായത്തോടെയാണ് പ്രതികൾ ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ രാസവസ്തുക്കൾ മൊത്തമായി തന്നെ വാങ്ങാൻ ഇവർ അവിടെ പ്രദേശവാസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഫരീദാബാദിലെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കാനുള്ള കേന്ദ്രവും ഇവർ കണ്ടെത്തിയിരുന്നു. അതേപോലെ ചെങ്കോട്ട കേസുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ സമർപ്പിച്ച 7500 പേജുള്ള വിപുലമായ കുറ്റപത്രത്തിലാണ് ഭീകരരുടെ ഈ ഒരു ലക്നൌ ക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർ ലക്നൌ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.